കൊച്ചിയിൽ തൊഴിലിടത്തിലുണ്ടായത് പീഡനമല്ലെന്ന ദൃശ്യങ്ങളിലുള്ള യുവാവിന്റെ വെളിപ്പെടുത്തൽ. തൊഴിൽ വകുപ്പിനും പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട്. പുറത്തുവന്നത് സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയ മാനേജർ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. അമൽനാഥ് പാടിച്ചാലുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. അമൽ, ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കഴുത്തിൽ ബെൽറ്റ് ഇട്ട് വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ പറയുന്ന ദൃശ്യങ്ങളിലുള്ള യുവാവ് തന്നെയാണ് പറയുന്നത് ഇത് തൊഴിൽ പീഡനമല്ല എന്നുള്ളൊരു കാര്യം. എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? തീർച്ചയായും ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിനെതിരെയായിരുന്നു ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു ആരോപണങ്ങൾ. അതായത് ഒരു ജീവനക്കാരന്റെ കഴുത്തിൽ നായയുടെ കഴുത്തിലുള്ള ബെൽറ്റ് ഇട്ട് മുട്ടിൽ ഇഴയിപ്പിക്കുന്നു. ശേഷം അവിടെ ഒരു നാണയമിട്ട് അത് നക്കിയെടുക്കുവാൻ വേണ്ടി പറയുന്നു. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അത് വലിയ വിഷയമായതോടുകൂടി തൊഴിൽ വകുപ്പും ഒപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ തന്നെയും നടന്നിരുന്നു. നിലവിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ട ആ ഒരു പരാതിക്കാരൻ നിലവിൽ പറയുന്നത് ഇത് ഒരു പീഡനം അല്ല, അതായത് ഈ കൊച്ചിയിലെ തൊഴിലിടത്തിൽ ഉണ്ടായത് ഒരു പീഡനമല്ല എന്നാണ് ഈ ഒരു യുവാവ് പറയുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങൾ ഈ സ്ഥാപനത്തിലെ മുൻ മാനേജർ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ്. മനാഫ് എന്നു പേരുള്ള മുൻ മാനേജർ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് എന്നാണ് ഈ യുവാവ് പറയുന്നത്. അതേസമയം തന്നെ പല തവണ ഇത്തരത്തിൽ ഈ ചിത്രങ്ങൾ ചിത്രീകരിക്കാൻ പാടില്ല എന്ന് യുവാവ് പറഞ്ഞിരുന്നതായി മനസ്സിലാക്കുന്നു. എന്നാൽ ഈ സ്ഥാപനത്തിന്റെ ഉടമയെ മനഃപൂർവ്വം മോശക്കാരനാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും പിന്നീട് അത് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഈ ഒരു മനാഫ് എന്ന മുൻ മാനേജറെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കിയതാണ് എന്നുമാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്നു. നിലവിൽ ഈ ഒരു പരാതിക്കാരൻ നൽകിയ ഈ ഒരു മൊഴി സൂചിപ്പിക്കുന്നത് ഇതൊരു പീഡനം അല്ല, ഇത് മുൻ മാനേജർ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നത് എന്നാണ് ഈ പരാതിക്കാരൻ വ്യക്തമാക്കുന്നത്. ശരി, അമൽനാഥ് പാടിച്ചാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ അല്പസമയം മുമ്പൊക്കെ നമ്മൾ ഈ ഒരു ദൃശ്യങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് കേരളക്കാർ. എങ്ങനെയായാലും അതൊരു പീഡനമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഈ ദൃശ്യങ്ങളിലുള്ള യുവാവ് തന്നെ വെളിപ്പെടുത്തൽ നടത്തുകയാണ്. ഇത് പീഡനമല്ല, തൊഴിൽ വകുപ്പിനും പോലീസിനും അദ്ദേഹം മൊഴി നൽകുകയാണ്. ഒപ്പം തന്നെ പുറത്തു വന്ന അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ മാനേജർ ചിത്രീകരിച്ച ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉടമയെ കരിവാരിത്തേക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് എന്ന കാര്യം കൂടി ആ യുവാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അമൽനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.